ഉത്സവത്തിനുള്ള ആന എഴുന്നള്ളിപ്പിൽ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആനകളുടെ സർവേ നടത്തണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഈ വിഷയത്തിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് നിർണായകമാണ്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അച്യുതൻ? റിജിത്ത്, ഹൈക്കോടതി ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ, പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ചിന്റെ ഉത്തരവാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് വിമർശനത്തോടുകൂടിയാണ് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് ആന എഴുന്നള്ളിപ്പ് സംസ്കാരത്തിന്റെ ഭാഗമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായി തടയാനുള്ള ചില നീക്കം നടക്കുന്നു. ആ തരത്തിലാണ് ഇത് കാണേണ്ടത് എന്ന തരത്തിൽ ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മാത്രമല്ല, ഈ നായക്കെതിരായ ഒരു കേസ് അതെങ്ങനെയാണ് ഈ ഒരു ആനയിലേക്ക് എത്തിയത് എന്നത് ജസ്റ്റിസ് നാഗരത്ന ചോദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഹൈക്കോടതി ഉത്തരവിനെതിരെ വിശ്വഗജ സേവാ സമിതി നൽകിയ ഹർജിയിലാണ് ഈ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള വിമർശനം ഹൈക്കോടതി ഉത്തരവിന്മേൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഹൈക്കോടതി ഉത്തരവ് ഈ ആനകളുടെ കൃത്യമായ സർവേ അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം എന്നത് ഉൾപ്പെടെയായിരുന്നു. ഈ ഉടമസ്ഥത സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ അവർക്ക് നൽകേണ്ട സൗകര്യങ്ങൾ, അതായത് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എന്നതിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഉത്തരവ് ഉണ്ടായത്. ആ ഉത്തരവിലാണ് ഇപ്പോൾ ഒരു സ്റ്റേ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഇതേ ബെഞ്ചിന്റെ മുൻപാകെ ദേവസ്വം ബോർഡിന്റെയും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ ഒരു ഹർജിയും വരികയുണ്ടായത്. ഒരു ട്രാൻസ്ഫർ പെറ്റീഷൻ ആയിരുന്നു ഇതേ ബെഞ്ചിന്റെ മുൻപിൽ വന്നത്. അതായത് കേരള ഹൈക്കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന നിലവിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വമേധയാ സ്വീകരിച്ച കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു ആ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. നിലവിൽ ആ സ്വമേധയാ എടുത്ത കേസിൽ ഹൈക്കോടതി ഇടപെടുകയാണ്. അതിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കേസ് ഹൈക്കോടതിയിൽ തന്നെ പരിഗണിക്കട്ടെ എന്ന നിലയിൽ സുപ്രീം കോടതി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.